Money, money, money. Hi guys, welcome back to our channel. മോസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഗായ്സ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും എന്നെ കാണാൻ പറ്റും. ലാസ്റ്റ് വീഡിയോ ഇട്ടത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നല്ലേ. ആൻഡ് നമ്മുടെ ഈ വീഡിയോന്റെ ഒപ്പം നമുക്ക് പുതിയൊരു അതിഥിയുണ്ട്, മുഖം കാണിക്കാത്ത അതിഥി. ഓക്കെ, മുഖം കാണിക്കില്ല, വഴിയെ നമ്മൾ മുഖം കാണുന്നതായിരിക്കും. നമ്മൾ എങ്ങടെ പോകുന്നതെന്ന് അറിയാമോ ഗായ്സ്? നമ്മൾ ഈരാറ്റുപേട്ടയ്ക്കാണ് പോകുന്നത്. ഞാനും കുക്കുവും പൂപ്പിയും കൂടെ ഡോണയുടെ ചേട്ടന്റെ കല്യാണത്തിന് പോവാണ്. കല്യാണത്തിന് പോവാനുള്ള സാധനം എൻ്റെ ഉണ്ട് അവിടെ. ആകെ 2-3 ദിവസത്തെ പരിപാടിയുള്ളൂ, അതിനൊരു വർഷത്തേക്കുള്ള ടൂർ പോലെയാണ് പോകുന്നത്. നമ്മുടെ മാതാസ്ത്രീയുണ്ട്. നമ്മൾ പ്രിയദർശിനി കാത്തു നിൽക്കുക. പ്രിയദർശിനി വന്നു കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ പ്രിയദർശിനി കയറാൻ താല്പര്യമില്ല, പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നല്ലതായിരിക്കും. സോ ഗായ്സ്, നമ്മുടെ വണ്ടി ഇതുവരെയും വന്നിട്ടില്ല ഗായ്സ്. എനിക്ക് തോന്നുന്നില്ല ഗായ്സ് വരുമെന്ന്. ഞങ്ങളിപ്പോൾ പ്ലാൻ ബി എടുത്ത് ട്രെയിന് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അറിയത്തില്ല, നമുക്ക് നോക്കാം. ഗായ്സ്, നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവൾ ടിക്കറ്റ് എടുക്കുകയാണ് ഗായ്സ്. കയ്യിൽ പൈസ ഉണ്ടാവില്ല. സ്റ്റേഷനിൽ വന്നു. ഇതാണ് ഗായ്സ് നമ്മുടെ കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ. ഗായ്സ്, എല്ലാവരും പോവാണ്. കുക്ക് മുഖം കാണിക്കില്ല ഗായ്സ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് കുറേ കാലങ്ങളായി. ഇവിടെ അംഗീകളൊന്നും നിർത്താറില്ല, അതുകൊണ്ട് ലിമിറ്റഡ് വണ്ടികളെ നിർത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ അതിമനോഹരമായ കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ. കാഞ്ഞിരമറ്റം. ശരിക്കും മിറ്റം. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും ട്രെയിനിൻ്റെ ഇതിൽ സെർച്ച് ചെയ്തപ്പോഴും കാഞ്ഞിരമിറ്റം. നമുക്കറിയാത്താണെങ്കിലോ മിണ്ടണ്ട. നമ്മൾ ടിക്കറ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. 10 രൂപയായിട്ടുള്ളൂ ഗൈസ്, 10 രൂപ കോട്ടയം വരെ. മെമു വിൽ കം ഗൈസ്. മെമു ഇവിടെ നിർത്തും. മഴ കാരണം 6:50 ട്രെയിൻ. അത്രയും നേരം. എൻ്റെ പൊന്നെ, ഇത്രയും വൃത്തിയായിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുതിയതാ അത്. ഹായ് ചേച്ചി, എവിടെ പോവാ? ഗായ്സ്, എല്ലാവർക്കും വിശക്കണം എന്ന് പറഞ്ഞ് തിന്നാണ്. കുറെ സാധനങ്ങളുണ്ട്. ഉമ്മച്ചി പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങിയ എനിക്ക് വിശക്കൂന്ന്. എപ്പോഴും നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടത്. പല്ലെത്തി ഞങ്ങളങ്ങനെ ഓട്ടോയിൽ കയറി ഗായ്സ്. കറക്റ്റ് സമയത്ത് നമ്മളെ എത്തിച്ച ഇന്ത്യൻ റെയിൽവേക്ക് നന്ദി, നമസ്കാരം. ഗായ്സ്, നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ഗായ്സ്, അരമണിക്കൂറായി നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു. ബസ് വന്നിട്ടില്ല. 8:10 വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പം 8:30 വന്നിട്ടില്ല. വിശക്കണു ഗായ്സ്. നമ്മൾക്ക് ബസ് കിട്ടി ഗായ്സ്. വി ആർ ഗോയിങ്. വെട്ടമില്ല ഗായ്സ്.
ഇനി നമ്മള് എവിടെ പോകണം? ഇനി നമ്മള് കടുവാമൊഴി സ്റ്റോപ്പ്, ഈരാറ്റുപേട്ട. ദേശം വയ്യ. ബാക്കി ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. ഗായ്സ്, ഇതാണ് കോട്ടയം ബസ് സ്റ്റാൻഡ്. നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് പോവുകയാണ് ഗായ്സ്. ഇതാണ് ഇവരുടെ പടവല പന്തൽ. പാലാ ബസ് സ്റ്റാൻഡിലേക്കുണ്ടോ തലയെടുപ്പോടുകൂടെ KSRTC ബസ്സുകൾ നിറഞ്ഞ കെട്ടൊക്കെ പോകും. ഗായ്സ്, നമ്മൾ കടുവാമൂഴിയിൽ ഇറങ്ങി. ഇവിടുത്തെ പുതിയ സൺറൈസ് ഹോസ്പിറ്റൽ. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു. സൺറൈസ് ഹോസ്പിറ്റൽ നെയ്മർ, റൊണാൾഡോ, മെസ്സി, മറ്റാളുടെ പേര് എനിക്കറിയില്ല ചേട്ടൻ്റെ പേര്. ഡോണ ഇപ്പം ഇങ്ങോട്ട് വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗായ്സ്. കുക്കുമോൾക്ക് തലവേദനയാണ്, അത് കാരണം വിഷമിച്ചിരിക്കുക. കട കണ്ടത് കാസിം കഫേ. അപ്പച്ചി എപ്പോഴാ കട തുടങ്ങിയ അറിയില്ല. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? പറയൂ. യാത്ര ഒരു യാത്രയാണ്. ആ യാത്ര വളരെ നല്ല യാത്രയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഫുള്ള് കോട. ലൈറ്റ് മേലൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ണിൻ്റെ ആണോ, പക്ഷെ പിന്നെ മനസ്സിലായത് കോട ഉണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് ഡോണനെ വെയിറ്റ് ചെയ്യാം. കല്യാണ വീട്ടിലേക്ക് എത്തി. പുഷ്പങ്ങളൊക്കെ ഉണ്ട്, പൂക്കളും പുഷ്പങ്ങളും. ഗായ്സ്, ഡോണമ്മ ഇതിലേതാ വെട്ടം? അങ്ങനെ നമ്മൾ ഡോണയുടെ വീട്ടിലെത്തി. അയ്യോ, കുറച്ച് ക്ലാരിറ്റി ലോക്കറി വെച്ച് പൂട്ടാ. അത് ബ്ലോഗിൽ കാണിക്കാൻ നന്നായിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഡോണയുടെ വീട്ടിൽ എത്തി. ഫുഡെല്ലാം കഴിച്ചു. ഇനി നമ്മൾ റെസ്റ്റ് എടുക്കണം, ഫ്രഷപ്പ് ആയിട്ട്. ഇപ്പോഴാണൊരു വയറിന് സുഖമായത്. തലവേദന എടുക്കാനൊക്കെ തുടങ്ങിയായിരുന്നു, പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. ഓക്കെ ഗായ്സ്, അപ്പൊ ഇനി അത്രേ ഉള്ളൂ. ആണോ? വൈഫൈയില് വാട്സാപ്പിൽ വിളി. എടാ വാട്സാപ്പിൽ വിളിക്കടാ, വൈഫൈ ഉണ്ടല്ലോ. ഡോണ റേഞ്ച് പിടിക്കാണ്. അതെനിക്കറിയത്തില്ല, അതുണ്ടോ? അങ്ങനെ നമ്മൾ ഡോണയുടെ വീട്ടിൽ എല്ലാവരും കൂടി. അതെ ഗായ്സ്, നമ്മൾ ഡോണയുടെ വീട്ടിൽ നിന്ന് തൊട്ടിപ്പുറത്തെ വീട്ടിലാണ് നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സ്റ്റേ ആയി, പിന്നെ അത് മുഖം കാണിക്കില്ല. അതിതാ. അപ്പം ഗായ്സ്, നമ്മളിന്ന് വന്നതിൻ്റെ ക്ഷീണമൊക്കെ തീർത്ത് സുഖമായി ഉറങ്ങി. നാളെ എണീച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കുന്നതാണ്. എന്താണ്? അപ്പോൾ ഗായ്സ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയണേ. ഗുഡ് നൈറ്റ്. അവള് ഗുഡ് നൈറ്റ് പറയൂല. ഗുഡ് നൈറ്റ്.